CBI അന്വേഷണത്തിനെ എങ്ങനെ കാണുന്നു? അപ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുമല്ല, അത് പോയിട്ട് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഒന്നൊന്നും ആയിട്ടില്ല. അതിനകത്ത് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ അറിയുന്നത്, പുതിയ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇനിയും അതിന് കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പുറത്തു വരണമെങ്കിൽ CBIയുടെ കയ്യിലെത്തുമ്പോൾ എല്ലാം പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ അമ്മ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ദേവരാഗിൻ്റെയും അക്ഷയുടെ ഒക്കെ ഒരു പങ്ക്. ഇന്നലെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിൽ കൃത്യമായി ദേവരാഗിന് ഇതിലുള്ള പങ്ക് കാണുന്നുമുണ്ട്. ദേവരാഗ് അതൊക്കെ പറയാൻ എനിക്ക് വയ്യ. ദേവരാഗൻ ഞാൻ അഡ്മിഷന് പോയപ്പോൾ ദേവരാഗിൻ്റെ അമ്മയും അച്ഛനെയൊക്കെ പരിചയപ്പെട്ടു. ഇവിടത്തെ പോലെ ഒരു അനുജൻ അവിടെയും ഉണ്ട്. അപ്പം ഞങ്ങൾ അത്രയും ദേവരാഗിനെയൊക്കെ ഒരു വീട്ടിലെ അനുജനെ പോലെ, അതായത് സിദ്ധുവിൻ്റെ അനുജനെ പോലെ ഞങ്ങൾ കണ്ട കുട്ടിയാണ്. ആ കുട്ടി ഇവിടെ ഇന്ന് രാവിലെ അറിയുന്നു അവനും ഉണ്ടായിരുന്നു അടിക്കാനെന്ന്. അപ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനൊക്കെ ഇനി അവൻ്റെ അനുജനെ എങ്ങനെ നോക്കും? അവൻ്റെ കൂട്ടുകാരനെ എങ്ങനെ നോക്കും? എങ്ങനെ വിശ്വസിക്കും? ഒരു വീട്ടിൽ ഒന്നിച്ചെങ്ങനെ കിടത്തും? ഇവരുടെയൊക്കെ മൈൻഡ് ഇത് തന്നെയാണല്ലോ. ഞാൻ പറയുന്നത് സഹോദരങ്ങളെപ്പോലും ഞങ്ങൾക്ക് അങ്ങനെ വളർത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ ആ അച്ഛനും അമ്മയും അങ്ങനെ വളർത്തിയെന്നല്ല ഞാൻ പറയുന്നത്. എന്നാവില്ല ആ കുട്ടി അതിനുള്ള സാഹചര്യം എന്താണ്? ആ കുട്ടിക്ക് അതങ്ങനെ ഉണ്ടാക്കാൻ എന്താണ്? അത് വല്ല കുട്ടികളും പറഞ്ഞിട്ടാണോ? ഒരു ക്രിമിനൽ മൈൻഡ് അതിനകത്തുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക, പാരൻസ് ശ്രദ്ധിക്കുക. അവരുടെ ഒരു അനുജനുണ്ട്, അവരുടെ കുട്ടികളുണ്ട്. അക്ഷയൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മോനെ കൈ കൊണ്ട് ഏൽപ്പിച്ച കുട്ടിയാണ്, ഒരു ചേട്ടൻ എന്നുള്ള നിലയ്ക്ക്. അവൻ ആ മോൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ കൈ പിടിച്ച് ചോദിച്ചു, മക്കളെ നിന്നെ അപ്പോൾ ഞാൻ ഈ കൈ പിടിച്ചിട്ട് മക്കളെ എന്ന് വിളിച്ച് ചോദിച്ചത് ഇപ്പം ഞാൻ ശരിക്കും ലജ്ജിക്കുന്നു. അവൻ്റെ കയ്യിൽ പിടിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവൻ ആ 18-ാം തീയതി 5 മണിക്ക് എൻ്റെ അടുത്ത് പറയണേ, ആൻറ്റി കുഴപ്പമില്ല, അവിടെ